മറ്റൊരു നമ്മൾ വകുപ്പെടുത്ത ഗതാഗതം എടുക്കും ഗതാഗതമാണ്. ഗതാഗതം പിന്നെ നമുക്കിപ്പോൾ മനുഷ്യനിപ്പോൾ ഏറ്റവും കുറവ് സമയമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കൊച്ചി എത്തണം, ഇന്നത്തെ കണ്ടീഷന് കാറിൽ പോകണമെങ്കിൽ എത്ര സമയം എടുക്കും? ഞങ്ങൾ തന്നെ 6 മണിക്കൂർ എടുത്തു. വന്ദേ ഭാരത് ആണെങ്കിൽ വേഗം എത്തും, കുറച്ചെടുത്തു. വേഗം എത്തും. ശരി, തിരുവനന്തപുരം കൊച്ചി എത്ര കിലോമീറ്റർ ഉണ്ട്? അതറിയത്തില്ല. ഒരു 210 ഉദ്ദേശം. 200. ഇപ്പോൾ വെളിയിൽ നമ്മളെ ചൈന, ജപ്പാൻ അവിടെയൊക്കെ ട്രെയിന് 300 കിലോമീറ്ററിലാണ് ഓടുന്നത്. ഇവിടെ അതുപോലെ ഒരു ട്രെയിൻ വന്നാൽ തിരുവനന്തപുരം കൊച്ചി എത്ര സമയത്ത് എത്താം? 40 മിനിറ്റ്. പിന്നെ 300 കിലോമീറ്റർ പോവാണെങ്കിൽ 200 കിലോമീറ്റർ പോവാണെങ്കിൽ 1 മണിക്കൂർ. അപ്പോൾ 300 കിലോമീറ്റർ പോയാൽ 40 മിനിറ്റ്. അതുപോലത്തെ ഇവിടെ വരണം. തിരുവനന്തപുരം കൊച്ചി 40 മിനിറ്റിൻ്റെ എത്തുകയാണെങ്കിൽ എത്ര പേര് പോയിട്ട് വരും? സൂപ്പറായില്ലേ? സൂപ്പറായി. ആൾക്കാർ പിന്നെ ഫ്ലൈറ്റിലാരും പോവില്ല. അപ്പോൾ കൊച്ചി 40 മിനിറ്റ് ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് അടുത്ത് 210 കിലോമീറ്റർ കോഴിക്കോട്, 80 മിനിറ്റ് കോഴിക്കോട്, അവിടെ നിന്ന് അടുത്ത് 20 മിനിറ്റ് കണ്ണൂര്, അവിടെ നിന്ന് അടുത്ത് 20 മിനിറ്റ് കാസർഗോഡ്. ഒരു 1.5 മണിക്കൂർ നമ്മള് കേരളത്തിൽ പോയിട്ട് വരാം, പോയി വരാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് ജോലിക്കൊക്കെ എന്ത് സുഖമല്ലേ, പഠിക്കാൻ പോകാൻ എന്ത് സുഖം. ഹോസ്റ്റൽ സർവീസ് ഒക്കെ നടത്തേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. നമുക്ക് വീട്ടിൽ നിന്ന് പോയി വരാമല്ലോ അല്ലേ? അതുപോലെയൊക്കെ കുറച്ച് ഡെവലപ്മെന്റ്. എനിക്ക് ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ ബോംബെ അഹമ്മദാബാദ് ഇപ്പോൾ വരുന്നുണ്ട്, ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കേട്ടായിരുന്നു. അത് വന്നു കഴിയുമ്പോൾ അറിയാം എത്ര അതിൻ്റെ ഫീസിബിലിറ്റി എങ്ങനെയാണ്.